വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് അത്രയൊന്നും സാധനങ്ങൾ ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ അതിന് 2 ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചതാണ് 6 മണിക്കൂർ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് അവിലെടുത്തിട്ടുണ്ട്. അവിലിന് പകരം നിങ്ങൾക്ക് ചോറാണെങ്കിൽ അത് എടുക്കാം. അവിൽ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറേശ്ശെ അരിയും അതുപോലെ തന്നെ നമ്മുടെ അവിലും ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പം കുറേ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി അടുത്തത് കൂടെ അരച്ചെടുക്കാം. ഇതുകൂടെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അടുത്തത് കൂടെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ബാറ്ററി നല്ല ലൂസിലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരം വളരെ നേർത്തതായിരിക്കണമെങ്കിൽ ഈ നമ്മുടെ മാവ് വളരെ ലൂസായിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കട പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കിട്ടും. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് തൂവി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയായാലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് മൂടി അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇളകിയെടുക്കാനും പറ്റും. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വാങ്ങാം. അടുത്തത് ഇതുപോലെ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചട്ടിപ്പറ്റി എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് വളരെ നേർത്തിട്ട് ഒട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടങ്ങളിലൊക്കെ ഇതിനെ ചട്ടിപ്പറ്റി എന്ന് പേര് പറയുന്നത്. അപ്പോൾ അവിടങ്ങളിൽ അധികവും ഇങ്ങനെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇതാണ് അധികം ഉണ്ടാക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല രാത്രിയൊന്നും അരച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ.